നീ എവിടെ വെള്ളം അടിച്ചാ പിടിക്കേ? എന്താ പറ്റി മൂത്തൊക്കെ വല്ലാത്ത ക്ഷീണുണ്ടല്ലോ. വെയിലത്ത് പോയി വന്നാ നിങ്ങള്? വെയിലിൽ നടന്നു വരുമ്പോഴേ ഒരു തലകറക്കം പോലെ ബി.പി കുറച്ച് കൂടിയോ വീട്ടിലുണ്ടാവോ? അപ്പൊ അതാണ് വന്നതും ഒരേ തലകറക്കം. അതാണ് വന്നത് വെള്ളം ചോദിച്ചു. നിങ്ങക്ക് ഇടയ്ക്ക് എന്നാളെ പോയിട്ട് ചെക്കപ്പ് ചെയ്തപ്പോ ബി.പി കൂടുതലെന്നാ പറഞ്ഞ ഡോക്ടറാന്ന് പറഞ്ഞില്ലേ? എന്തിനീ വെയിലത്തൊക്കെ നിങ്ങൾ പോണേ? താഴത്തേക്കൊന്ന് പോയതാ. ഭയങ്കര ചൂടും വെയിലും കാരണം പെട്ടെന്ന് അങ്ങോട്ട് പോകും. ഗൾഫിലൊക്കെ ആവുമ്പോഴേ ഓപ്പിലെ കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചിരുന്നു. ഇവിടെ വന്നപ്പോ ഒക്കെ തെറ്റി. ഒന്നും പറയണ്ട. കാര്യം പറയാനുണ്ട് എനിക്ക്. എന്ത് കാര്യമായാലും എന്നോട് പറഞ്ഞാലല്ലേ ഞാൻ അറിയാ. നിങ്ങൾ മനസ്സിൽ കൊണ്ടുവച്ചാല് ഞാൻ ഇങ്ങനെ അറിയാനാ. നിങ്ങൾ എന്തായാലും എന്നോട് പറയേ. എന്താ ആസ്പത്രിക്ക് പോണാ? ആശുപത്രിക്ക് പോണത് മാത്രല്ല അതും ചെക്ക് ചെയ്യണം. പിന്നെ മരുന്ന് കഴിഞ്ഞിട്ട് കുറെ ദിവസമായില്ലേ? കൊറേ ദിവസമായി. മരുന്ന് കഴിക്കാത്ത കാരണമാണ്. ഞാൻ എന്റെ അടുത്ത് കാശുമില്ല, ഒന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞില്ല. ഗൾഫിലുണ്ടാവുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് മരുന്ന് കഴിച്ചൊക്കെ തന്നെ. അടച്ചോനെ, അപ്പൊ നിങ്ങൾ എന്നോട് പറയണ്ടേ? പിള്ളേരോട് പറയണ്ടേ? ഇപ്പൊ നിങ്ങൾ മരുന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞാ എനിക്കറിയോ. നിങ്ങളത് പറയണ്ടേ? അതുകൊണ്ടാവും ചിലപ്പോ തലകറങ്ങണ്, ശരീരമൊക്കെ പൊഴയണം. മരുന്ന് കഴിക്കുമ്പോ ശരിക്കും കറക്റ്റായിട്ട് കഴിക്കണ്ടേ? അതുകൊണ്ടാവും ചിലപ്പോ മരുന്നില്ലാത്തത് കൊണ്ടാകുമോ? നിങ്ങൾ പറയണ്ടേ? മരുന്നുണ്ടെങ്കില് മനസ്സിന് കൊണ്ടു നടക്കാൻ മതിയാ. ഗൾഫിലുണ്ടാകുമ്പോ ഒപ്പം നടന്നിട്ട് നാട്ടിൽ വന്നാലും അങ്ങനെ തന്നെയാ. മരുന്ന് മരുന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കണം. നിങ്ങളൊരു കാശില്ല. നിങ്ങൾ തന്നെയല്ലേ എത്രയും കാലമൊക്കെ ചെയ്തത്. ഇപ്പൊ നാട്ടിൽ വന്ന് നിൽക്കുമ്പോ പിന്നെ നിങ്ങളുടെ കാര്യം നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? പൈസ ഇല്ലാന്നാണ്ട്. അതല്ല, എന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. എനിക്കറിയാമല്ലോ, മോളുടെ കല്യാണത്തിന് കുറെ കാശുണ്ടായിരുന്നൊക്കെ ചെലവായി. കുറച്ച് പൈസ എനിക്ക് വേണ്ടി ഞാൻ മരുന്ന് നിങ്ങൾക്ക് മാറ്റി വെച്ചത്. ആ പൈസയാണ് കുറെ ചെലവായി. അതും ചെലവായി. പിന്നെ അവൻ പോവാറായിട്ടുണ്ടല്ലോ ആ സമയത്ത്. പിന്നെ എങ്ങനെ ഞാൻ ചോദിക്കുന്നത്? ഇപ്പോഴെല്ലാം അവൻ പോയി തുടങ്ങിയിട്ടില്ലല്ലേ. അതിപ്പോ അപ്പഴേക്കും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് അത് പിന്നെ അത് ഒന്നും വിചാരിച്ചിട്ടില്ല. എന്നാലും എൻ്റെ ഒരു മനസ്സിൽ ഞാൻ ചോദിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളോട് പറയാണ്ടിരുന്നത്. നിങ്ങൾ എന്തിട്ട് വർത്താനാ പറയുന്നത്? നിങ്ങൾ പോയിട്ട് തന്നെയാ 10-40 കൊല്ലം ഗൾഫിൽ നിന്ന് നയിച്ചിട്ട് ഇങ്ങനെ ഒരു വീടും കാര്യങ്ങളും മക്കളും നല്ല രീതിയിൽ കെട്ടിക്കൊടുത്ത് അവരെ പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഇപ്പൊ ഒരുത്തിയുടെ കല്യാണം കഴിഞ്ഞു. അതിലാണ് ഇപ്പൊ നിങ്ങളെ പൈസ നിങ്ങൾക്കായിട്ട് എടുത്തു വെച്ചതും അല്ല നമുക്കായിട്ട് എടുത്തു വെച്ചതും കുറച്ച് പൈസയൊക്കെ അവിടുത്തെ കൂടുതലായിട്ട് ചെലവായി. അതൊന്നും കാര്യമില്ല. നിങ്ങക്ക് മരുന്ന് കഴിഞ്ഞ കറക്റ്റ് മരുന്ന് കഴിക്കുകയും മരുന്ന് കഴിഞ്ഞ നിങ്ങൾ നാമസം എന്നോട് പറയേ. നമ്മളെ മോനല്ലേ, അവനോട് പറഞ്ഞ എന്താ? നമ്മളെ കുട്ടിയല്ലേ. നിങ്ങക്ക് മോനോട് ഇനിയിപ്പോ മക്കള് ഉപ്പമാർക്ക് വയ്യ ഉമ്മമാർക്ക് വയ്യെങ്കിൽ മക്കൾ തന്നെ നോക്കുക. നമ്മളൊക്കെ മക്കളെ നോക്കി ഇത്ര പോലും ഒക്കെ ആക്കിയില്ലേ. ഇനി നമ്മളെ ഉപ്പാനും ഉമ്മാനും ഒക്കെ നോക്കുന്നത് അവരെന്നെ. അവര് കല്യാണം കഴിഞ്ഞ് അവരെന്നെ നമ്മളെ നോക്കുക. ഇനിയിപ്പോ നിങ്ങക്ക് നയിക്കാൻ പറ്റുമോ? ഗൾഫിക്ക് പോകാൻ പറ്റുമോ? പിന്നെ എന്നിട്ട് മാറ്റി നിങ്ങൾ പോയി കുറച്ച് ഇറക്കിടുന്നേ. ഞാൻ അവനെ വിളിച്ചിട്ടേ മരുന്ന് വാങ്ങിച്ചിട്ട് വരാൻ പറയട്ടെ. ചെന്ന് കിടക്കി ചെല്ലി. വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് നനച്ചു കൂട്ടിയിട്ട് വെറുതെ പെട്ടെന്ന് തലകറങ്ങി എവിടെയെങ്കിലും വീണ എന്താവോ? ഇതുപോലെ ആവൂല ചിലപ്പോ വീണാലേട്ടാ. ബി.പി തലക്കടിച്ചാലേ ഓരോരുത്തർക്ക് നമ്മളെ അനുഭവം കാണുന്നില്ലേ നിങ്ങൾക്ക്? വീണ്ടും നിങ്ങൾ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ടിരിക്കുന്നപ്പോ ഒരാഴ്ച കഴിഞ്ഞ് എത്ര മറിഞ്ഞ് കഴിഞ്ഞിട്ട് പഠിച്ചോനെ അമ്മ കാത്താണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നിങ്ങൾ വിളിച്ച് കുറച്ച് നേരം കിടന്നേ. അല്ല, നിങ്ങൾ മരുന്നിന് എത്രയാവും? ചെക്കപ്പിന് എല്ലാം കൂടെ 3000 വരും. ചെക്കപ്പ് ഉണ്ടല്ലേ? മാസത്തിന് ഒരു മാസം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. മോനോട് വിളിച്ചിട്ടേ കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഒത്തിരി നേരത്തെ മനസ്സിന് സമാധാനം കിട്ടും. ആ മോനെ, നീ ആണ് നിന്നേ. അതെ, ഇവിടെ മഞ്ഞ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിത്തര. നമുക്ക് തലകറപ്പും എന്താ പറയാ തരം കേട്ടപ്പൊക്കെ ഇത്രയ്ക്ക് കേട്ടപ്പില്ല. അത് പേടിയേ. ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു ഇവിടെ. ഇവിടെ മരുന്ന് കഴിഞ്ഞിരിക്കണു. ഒന്നപ്പൊ പറയണ്ടേ? മോനോടോ നിന്നോടൊക്കെ പറയാൻ എനിക്ക് മടിയായിട്ടാടി. ഉപ്പാക്ക് വയ്യെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിലേക്ക് എന്തിനും കൊണ്ടുപോയിരുന്നില്ലമ്മ. അതിന് എന്നെ എന്തിനാ കാത്തു നിൽക്കുന്നത്? ഉമ്മാക്ക് ഉപ്പാക്ക് അങ്ങോട്ട് പോയിട്ട് വരായിരുന്നല്ലോ. ഇത് ഇവിടെ കറക്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാണിച്ചിട്ട് വന്നൂടെ? ഇനിയിപ്പോ എന്റെ അടുത്ത് നിങ്ങൾ പറയേണ്ട ആവശ്യം? മോനെ, ഗവൺമെന്റ് ആസ്പത്രിയിൽ കാണിക്കുന്നതല്ലേ. ഉപ്പ ഗൾഫിലുണ്ടാകുമ്പോഴേ ഉപ്പാക്ക് തലകറക്കും ബി.പി ഉണ്ടത്രേ. അതിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി മരുന്ന് കഴിഞ്ഞിട്ട്. എന്നാ ഉപ്പ പറയാണ്ടിരിക്കരുത്.
ഇപ്പൊ എന്താന്ന് ചോദിച്ചപ്പോഴാണ് പറയണത് എനിക്ക് ഞങ്ങൾക്ക് കിതപ്പ് വരുന്നുണ്ട്, BP-യുടെ മരുന്ന് കഴിഞ്ഞാൽ ആഴ്ചയായി എന്ന് ചോദിക്കാൻ മടിയായിട്ടിരിക്കുകയാണെന്ന്. ഇപ്പൊ അതിനുള്ള കാശൊക്കെ കഴിഞ്ഞു. അപ്പൊ മോൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൈസ തന്നെ പല മരുന്ന് വാങ്ങട്ടെ, അതിപ്പോ നാളെ പോവാൻ ചെക്കപ്പിന് 10,000 വേണം. എന്നിട്ട് ഉമ്മ പറയണ 3000 രൂപയാ. എന്റെ അവിടുന്ന് അത്രയും കാശ്. ഞാൻ തന്നെ പുതിയ ഐഫോണ് 17 Pro വന്നിട്ട് എന്റെ ഫോൺ പൊട്ടിയാലും ഉമ്മക്ക് അറിയാലോ, അത് എടുക്കാൻ തന്നെ പൈസ കൂട്ടി കൂട്ടി വെക്കുക. 3000 കൂടി തന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ എങ്ങനെ എടുക്കല്? എനിക്ക് വരാൻ ഒരു ബൈക്ക് ഉണ്ടാ, ബൈക്ക് വാങ്ങണ്ടേ? ഇത്രയും കാലം ഗൾഫിൽ പോയിട്ട് സമ്പാദിച്ചല്ലോ. അപ്പൊ ഉപ്പക്ക് സേവിങ് എന്ന് പറഞ്ഞൊന്നും എടുത്ത് വെച്ചിട്ടില്ലേ? അക്കൗണ്ടിൽ ഉണ്ടാവും, അത് എടുക്കാണ്ടായിരിക്കും. എന്റെ പൈസ ഒന്നും ഇല്ല, എനിക്ക് ഫോൺ വാങ്ങണം. എന്തൊട്ട് വർത്താനാ മോനെ നീ പറയണേ? എന്താ ഉപ്പ ഉണ്ടാക്കി ഉപ്പാന്റെ ബാങ്ക് ബാലൻസ് ഉണ്ടാവുന്ന? ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. ഉപ്പ വരുമ്പോ എത്ര കാശുണ്ടോന്ന് നിനക്കറിയോ? നിനക്കറിയാലോ. അത്യാവശ്യം വേണ്ടാന്ന് വെച്ചിട്ട് ജോലി കഴിഞ്ഞ് ക്യാൻസൽ അടിച്ച് വരുമ്പോഴേ മര്യാദ പൈസ 40 കൊല്ലം നിന്ന പൈസ നല്ലൊരു എമൗണ്ടും കൊണ്ടുവന്നു. എന്റെ കുഞ്ഞനിയത്തിയുടെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ, രണ്ടാമത്തെ അനിയത്തിയുടെ പ്രസവം നല്ല പോലെ നോക്കിയില്ലേ, ഇതൊക്കെ നീയാ നോക്കിയത്? ഒക്കെ ഉപ്പ നയിച്ചുകൊണ്ട് വന്നിട്ടാ. ഇത് അടിപൊളി ഒരു വീടുണ്ടാക്കിയില്ലേ, ഇതന്നെ എന്തിട്ടാ ഉപ്പ വേണ്ടത്? പിന്നെ നിന്റെ ഈ ശരീരവും നീ ഇങ്ങനെ ആകാൻ കാരണം നിന്റെ ഉപ്പാടെ തന്നെയാ. ഇപ്പൊ നീ 10 രൂപ നയിക്കാൻ പോയപ്പോ നീ 3000 നീ എന്താ പറഞ്ഞ? ഐഫോൺ എടുക്കണോ, വണ്ടി എടുക്കണോ, ഐഫോൺ എടുക്കണോ? അതൊന്ന് 3000 എടുത്താ പിന്നെ പൈസ ഞാൻ എങ്ങനെ ഉണ്ടാക്കാന്ന്? എന്തുട്ട് മോനെ നീ വർത്താനം പറയണത്? ഒന്നല്ലേ നിന്റെ ഉപ്പയല്ലേ അത്? പൊന്നുമ്മ, ഞാൻ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക്. ഉപ്പാന്റെ ഭാഗത്ത് തന്നെ നിക്കല്ലേ. ഈ കൂട്ടുകാരന്റെ വണ്ടിയാണ്, അവന്റെ വാങ്ങിയ വണ്ടി പോലെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായാലും വണ്ടി വാങ്ങണമെന്ന്. അതുപോലെ ഫോണ് എനിക്കും ഉണ്ടാവില്ല ആഗ്രഹം. ഇനി അതിന്റെ ഇടയിൽ ഉപ്പാക്ക് ചെലവിന് പറഞ്ഞിട്ട് മാസം മാസം ഞാൻ ഇങ്ങനെ പൈസ കൊടുക്കുക. ഉമ്മ എന്താ ഈ കണക്കൊക്കെ പറയണത്? അതേ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു പറഞ്ഞില്ലേ, എത്ര ആർഭാടായിട്ടാണ് കല്യാണം കഴിഞ്ഞത്, എത്ര പാവം സ്വർണം കൊടുത്തു, ഇതിനൊന്നും കണക്കില്ലല്ലോ. ഭാവിയിൽ ആവശ്യം വരുന്നുണ്ടെങ്കിലേ കുറച്ച് പൈസ മാറ്റി വെക്കണം, അല്ലാണ്ട് എല്ലാം കൂടി കല്യാണത്തിന് ഇങ്ങനെ ചെലവാക്കാനൊന്നും പാടില്ല. എനിക്ക് തരാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടട്ടാ. നീ എന്താണ് മോനെ നീ ഇങ്ങനെ പറയുന്നത്? ഈ ഉപ്പാക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ നീ ഇങ്ങനെ പറയണ? ഉപ്പാക്ക് ഇപ്പൊ ഇങ്ങനെ തന്നെ ആയിട്ടുള്ള, നാളെ ഉമ്മാക്ക് വയ്യാണ്ടായ ഈ ഉപ്പാനെയും ഉമ്മാനെയും നോക്കുന്ന മാനല്ലേ നീ? ഉമ്മ, ഞാനൊരു കാര്യം പറയാം. ഉപ്പാക്ക് വല്ലാത്തൊരു പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇപ്പോഴും വേണമെങ്കിൽ ദുബായിക്ക് പോവാ, അല്ലെങ്കിലേ ഇവിടെ വല്ല പണിക്കും പോവാൻ പറയും. അല്ലെങ്കിൽ ദുബായിൽ തന്നെ വല്ല സെക്യൂരിറ്റിക്കോ വേറെ എന്തെങ്കിലും പണിക്ക് പോയാൽ അത്യാവശ്യം പൈസ കിട്ടും. ഇപ്പൊ തന്നെ ദുബായിൽ നിന്ന് വിരമിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മതിയാക്കി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടല്ലേ എന്റെ ചെലവ് കൊടുക്കേണ്ടി വരുന്നത്. ഞാൻ കൊടുക്കില്ല, ഉമ്മത്ത് പറഞ്ഞില്ല അത് വേണ്ടട്ടാ. ഞാൻ എന്താ പറയാ? ആ മനുഷ്യനോട് ഞാൻ എന്ത് പറയുന്ന? മരുന്ന് വാങ്ങിത്തരാം, വരട്ടെ, എത്ര വേണമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പോയതാണ്. എന്താ ഞാൻ ആ മനുഷ്യൻ മരുന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയും? എന്തിനാ ഇങ്ങനെയുള്ള മക്കളൊക്കെ? അതെ, ഞാൻ അവനോട് സംസാരിച്ചു. നീ എന്ത് സംസാരിച്ചു? സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഒരു പ്രൊഫഷൻ ഉണ്ടായിരുന്നാണ് എൻ്റെ മക്കള്. എനിക്കൊരു അത്യാവശ്യം വയസ്സായി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഇനി നമ്മളെ നോക്കും. എവിടെ ഇത് കേട്ടപ്പോൾ എനിക്ക് ആളുകൾ പോയി. പിന്നെ എനിക്ക് ചോദിക്കാനും വേണ്ടി പറയാം. അപ്പോൾ വന്നു പറ്റി പോക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്നത് വിശേഷം ഒന്നുമില്ല. ഒരു നോട്ടം ഇല്ലാത്ത പോലെ ആകുമ്പോൾ ഉച്ചിച്ച പോലെ. ഇതാണോ മക്കൾ? ഇങ്ങനെയാണോ നമ്മൾ? ഇങ്ങനെ ആകാൻ വേണ്ടിയാണോ അവർക്ക്? എൻ്റെ തലവിധി 40 കൊല്ലം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് മക്കൾ നോക്കുമ്പോൾ ഒരുവിധം വയസ്സായി കഴിഞ്ഞ് നാട്ടിലിരുന്നാല് ഇങ്ങനെയാണോ? ഇങ്ങനെയാണ് കിടപ്പിലായി കഴിഞ്ഞാൽ എന്തോ ഇപ്പം കുറച്ച് ആരോഗ്യം കൊണ്ട് പണിക്ക് പോകാൻ. ഇനി അതും കൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇവരൊക്കെ നോക്കുന്നത് എന്തോ ഉറപ്പ് പറയേ. ഇതിനാണോ മക്കളെ പ്രസവിച്ചത്? നിങ്ങൾ എന്തിനെങ്ങനെ വിഷമിക്കണേ? വിഷമിക്കാണ്ടിരിക്കൊക്കെ ശരിയാവും. കണ്ടില്ല നിങ്ങളാവും പറഞ്ഞത്? നമ്മുടെ മക്കൾക്കൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയണേ. അവനോട് പൈസ വെച്ചപ്പോഴേ അവൻ ഇതൊക്കെ വർത്താനം പറയുമ്പോ ഇപ്പൊ ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നു ഞാൻ ആലോചിച്ചു പോവുക. ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. എന്താ ഈ കുട്ടി ഇങ്ങനെയായി? അവനിക്ക് എന്താ വല്ല വേറെ ഐഫോൺ എടുക്കണത്ര? പിന്നെ എനിക്ക് ബൈക്ക് ഉണ്ടോ?
എനിക്ക് വയ്യക്ക് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ അതി ബേജാറാകുമെന്ന് പേടിച്ചിട്ടാണ്. എന്നിട്ട് നിങ്ങളെല്ലാം കേട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊക്കെ തുറന്നു പറയണു. എന്താ മോനൊക്കെ ഇങ്ങനെ മാറിപ്പോയ പോലെ പഠിച്ചാണ്. എനിക്ക് വല്ലാത്തൊരു ടച്ച്. ഇപ്പൊ എന്നെ എങ്ങനെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ എന്താകും? പെൺകുട്ടിക്ക് എന്ത് സ്വർണം കുറെ കൊടുത്തു, ആഡംബരമായി ചെയ്തു എന്നൊക്കെ. അത് നാട്ടു നടപ്പല്ലേ. നല്ലൊരു ചെക്കനല്ലേ നമുക്ക് മാപ്പിളായിട്ട് കിട്ടിയത്, വരുവാനായിട്ട് കിട്ടിയത്. അപ്പൊ അത് നമ്മൾ ചെയ്യണ്ടേ? ഇപ്പൊ നാട്ടു നടപ്പിൽ എത്ര പവൻ നമ്മൾ കൊടുത്തു? 10-30 പവൻ കൊടുത്തു. നല്ല അടിപൊളിയായിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. അതിപ്പോ മോൾക്ക് നമ്മൾ ചെയ്യേണ്ട കടമ തന്നെയല്ലേ? പക്ഷെ അത് ഞാനില്ലെങ്കിൽ, ഞാൻ മരിച്ചു പോയതിന്റെ വാദം ആ മക്കൾ ചെയ്ത് നടത്തി കൊടുക്കേണ്ട പരിപാടിയാണ്. അതൊക്കെ പറഞ്ഞു കാണിക്കാൻ പാടുള്ളൂ. അതൊക്കെ ഞാൻ കേട്ടു പറയണത്. ഒരു മാസം 3000 റുപ്യക്ക് മരുന്ന് മേടിക്കുന്ന പറഞ്ഞപ്പോൾ അവൻ ഐഫോൺ എടുക്കണമെന്നല്ലേ പറഞ്ഞത്. അവൻ എടുത്തോട്ടെ. ഇനിയിപ്പോ അവൻ നിന്റെ കാര്യം നോക്കണ്ട, എന്റെ കാര്യം നോക്കണ്ട. നിന്റെ കാര്യം എന്റെ കാര്യം ഞാൻ അധ്വാനിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു. അവനോട് ഇനി ഒരു വാക്ക് ചോദിക്കാൻ നോക്കുന്നു. ആശാരി ചോദിക്കുമ്പോഴേ അത് ബൈക്കും ഫോണും. പനിയോടെ മരുന്ന് ബൈക്കും ഫോണാണല്ലോ വരുന്നത്. എന്താ ചെയ്തോട്ടെ? ആ മക്കളൊക്കെ അങ്ങനെ തന്നെ. ഇവരിത് ആയിക്കഴിഞ്ഞാലേ പിന്നെ അവർക്ക് അധ്വാനിച്ച് കൊടുക്കണവരെ അവര് ചില മക്കളുണ്ട്. ചില മക്കളുണ്ടാവും നല്ല സ്വഭാവം, ഉപ്പാമും ഉമ്മാനൊക്കെ നോക്കണവര്. ചിലവര് എന്തെല്ലാം പറഞ്ഞാലും അവർ നോക്കില്ല. ലാസ്റ്റ് നമുക്ക് ഈ ജയിലിൽ തന്നെ വരികയാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പഠിച്ചു പോയിട്ടേ എന്റെ കാര്യം നിന്റെ കാര്യം നോക്കാം, നമുക്ക് മതി. അവരുടെ കാര്യം നോക്കുന്നതാണ് എനിക്ക് പറയാൻ. നിങ്ങൾ ഇപ്പൊ എത്ര ഇനിയിപ്പോ പണിക്ക് പോവാനാ ഈ വയ്യാത്ത ആള്? ജോലിക്ക് എന്തെങ്കിലും ജോലി എടുത്ത് നിങ്ങളൊന്നും ഉണ്ടാകുന്ന ഈ 10-40 കൊല്ലം ഗൾഫിൽ നിന്ന് അധ്വാനിച്ചിട്ട് അത് മതി. അവനങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇനി പണിക്ക് പോവുക. എവിടെ പോയിട്ട് സെക്യൂരിറ്റി പണിക്ക്? അല്ലാതെ മാസം മരുന്ന് 3000 റുപ്യ വേണം. ഇനി അവനോട് ചോദിച്ച നാളും കടാനാണോ? അത് എന്തിനിപ്പോ നിക്കണേ? മാസം ഒരു 8000-10,000 പോയി സെക്യൂരിറ്റി ജോലിക്ക് പോയാൽ കിട്ടും. എന്നാലും എനിക്ക് മരുന്ന് മേടിക്കാനുള്ള നിന്നെ നോക്കാനുള്ള കാശായി കിട്ടും. അത് മതി. ആൾക്കാരെന്താ പറയാന്ന്? ആൾക്കാർ പറയണോണ്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ടിട്ടും മക്കൾക്ക് വേണ്ടിട്ടും എല്ലാം അധ്വാനിച്ച് വന്ന് ഇപ്പൊ നാട്ടിൽ വന്ന് നിന്നിട്ട് ഇപ്പൊ അധികമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോഴേക്ക് നിങ്ങൾ ഈ പണിക്ക് പോകണമെന്ന് പറയുമ്പോ അതും വയ്യാത്തോടെ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടണമെന്നൊക്കെ പറയുമ്പോ എനിക്ക് പേടിയല്ലേ. നിങ്ങൾ അതോടെ പണിക്ക് പോകണമെന്ന് പറയുമ്പോ നിങ്ങൾ എന്താ പറയണത്? നിങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാനൊന്നും പോകണ്ട. അങ്ങനെയെങ്കിലും നാട്ടുകാരെ അവനോട് ചോദിക്കട്ടെ, പല കാലത്ത് എന്തിനാ ജോലിക്ക് കൂട്ടിയിരിക്കണത് എന്നാ അവരോട് ചോദിക്കുമ്പോ അവനക്ക് അത് മനസ്സിലാവും. അവനിക്ക് വിവരമില്ലാണ്ട് പറയണ അതൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലാക്കിക്കൊണ്ട്. അവനിക്കിപ്പോ എല്ലാവരും വണ്ടി എടുത്ത് കറങ്ങുന്നുണ്ട്. അപ്പൊ എനിക്കൊരു വണ്ടി എടുക്കണം, അതുപോലെ ഒരു ഫോണ്, നല്ല ഫോൺ എടുക്കണം എന്നുള്ളൊരു ഇതാണ്. നമ്മള് നാളിച്ച് വളർത്തി, വിഷമമില്ല, പട്ടിണിയില്ല, നല്ല സുഖജീവിതമായിട്ട് അവനെ വളർത്തി. അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പൊ നമ്മള് തുടക്കത്തിലേ നമ്മളെ കഷ്ടപ്പാടും വിഷമം അറിയിച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് പൈസ ചോദിച്ചാൽ അവൻ പറയില്ല. അവനെ നല്ല നാളിച്ച് നല്ല കാശുള്ള വീട്ടിലത്തെ കുട്ടിനെ പോലെ നാളിച്ച് വരണം നല്ല ഉള്ളു. അതും നാളിച്ച് വളർന്നു. രണ്ട് പെണ്ണൊരാണല്ലേ. അപ്പൊ അവനെ നിങ്ങൾ എങ്ങനെ വളർത്തിയതാ? നിങ്ങളെ കൂടെ അല്ലല്ലോ അവൻ കിടക്കൂല. അപ്പൊ വലിയ ചെക്കനായി വന്നപ്പോഴേ അത് വിവരമില്ലാണ്ട് പറയണം, ഒന്നും കാര്യാക്കണ്ട. അതൊക്കെ മനസ്സിലാകും എനിക്ക്. നിങ്ങൾ അതിന് കേട്ടിട്ട് ബേജാറാവൊന്നും വേണ്ട. ഉമ്മാന്റെ അടുത്ത് ആരാ പറഞ്ഞു ഉപ്പാനെ ആ ചായക്കടയിൽ പറഞ്ഞേക്കാന്? ആ ചായക്കടയിൽ ഉപ്പ ഹെൽപ്പർമാരൊക്കെ ചെയ്യുന്ന പോലെ ആ ടേബിൾ തുടയ്ക്കാനും ആ ചായ എടുത്തു കൊടുക്കാനും എന്ത് പണിയാ ഉമ്മ ചെയ്തത്? ഞാൻ എന്റെ കൂട്ടുകാരന്മാരായിട്ട് ആ ചായക്കടയിൽ പോയപ്പോണ്ട് ഉപ്പ അവിടെ ടേബിൾ തുടയ്ക്കാനില്ല. ഉമ്മാന്റെ അടുത്ത് ആരും ഉപ്പാനെ അവിടെ പറഞ്ഞേക്കാൻ പറഞ്ഞത്? മിണ്ടാണ്ടി കുടുംബത്തെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറയാൻ പറ്റില്ല ഉമ്മക്ക്. ഈ സമയത്താണോ ജോലിക്ക് പോയിരിക്കണത്? അത് ചായക്കടയില് മിണ്ടാണ്ട് ആ ഗൾഫിക്ക് തന്നെ പറഞ്ഞൂടെ? അല്ല, അറിയാന്ന് ഞാൻ ചോദിക്കാം. എനിക്ക് എന്തിനാണ് അതിന് ബഹളം വെക്കണ ഇങ്ങനെ? ആടാ ഉപ്പ പോട്ടെ. ഉപ്പ പ്ലേറ്റ് തുടയ്ക്കാനല്ലേ, എന്റെ പ്ലേറ്റ് കഴുകാൻ പോവും. മേശ തുടയ്ക്കാനല്ലേ ഇപ്പൊ പോയിക്കണ്. ഇങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടെങ്കിലേ ഉപ്പ ചിലപ്പോ അവിടെ തുടയ്ക്കാനും പ്ലേറ്റ് കഴുകാനും എല്ലാം ചെന്നിരിക്കും. നിനക്ക് നാണക്കേട് വരട്ടെ. എന്താ 10-40 കൊല്ലം ഗൾഫിൽ നിന്ന് നയിച്ചു കൊണ്ടുവന്നല്ലേ? ഇപ്പൊ ഉപ്പാക്കൊരു ആവശ്യം വന്നപ്പോ നിനക്ക് പൈസ ഇല്ല. പിന്നെ ഉപ്പാന്റെ കാര്യം നോക്കണമെങ്കിൽ ഉപ്പ പൊക്കോട്ടെ. നിനക്ക് നാണക്കേട് വന്നാലേ തനി മുണ്ടിട്ട് നടക്കുന്നില്ലേ? നാണക്കേട് വരുന്നത്ര നാണക്കേട്. ഇന്നിപ്പന്നെ നീ ഇങ്ങനെ പറഞ്ഞു ഒരു 3000 റുപ്യ കാശിന്. നാളെ ഈ ഉപ്പാക്കും ഉമ്മാക്കും വയ്യാണ്ട് ആകെ ഉള്ള ഒരു മോനാണ്. കെട്ടിക്കൊടുത്ത പെൺകുട്ടികളുടെ അടുത്ത വെച്ച് നിക്ക നിങ്ങള്. നാണക്കേടാണ് അത്ര നാണക്കേട്. ചൂടാകണോ വന്നിട്ട്? എവിടെ നിനക്ക് ചൂടാകാനുള്ളത് വന്നിക്കണ? ഉമ്മക്ക് എന്താ അമ്മ പറഞ്ഞാ മനസ്സിലാവാത്തത്? ഞാനും എന്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇന്ന് ചായക്കടയ്ക്ക് പോയപ്പോ അവിടെ ഉപ്പുണ്ട് തുടച്ചോണ്ടിരിക്കുക. ഞാൻ എങ്ങനെ അവര് മുമ്പിൽ പറയാ ഞാൻ ദുബായിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എന്റെ ഉപ്പയാണ് ആ തുടച്ചോണ്ടിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുമോ? എന്റെ ഇമേജിൽ കോട്ടമല്ലേ? അത്രയും വലിയ കമ്പനിയിൽ ഞാൻ പണിയെടുക്കുമ്പോ
ഉപ്പ ഇങ്ങനെ പണിയെടുക്കണമെന്ന് പറയുമ്പോ എനിക്കത് മോശമല്ലേ? ഉമ്മ എന്താ മനസ്സിലാക്കാത്തത്? ഉപ്പാനടുത്ത് പണിക്കൊന്നും പോകണ്ടെന്ന് പറയും. ഈ ഒരൊറ്റ ഒരുത്തനാണ് ഉപ്പാനെ ഈ പണിക്ക് പോവാൻ വെച്ചത്. അന്ന് 3000 റുപ്യ ഉപ്പാക്ക് ചെക്കപ്പിനും മരുന്ന് വാങ്ങാനും ഞാൻ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞ, നിനക്ക് മൊബൈൽ എടുക്കണം, നിനക്ക് വണ്ടി എടുക്കണം, ഇപ്പൊ പോലെ പണിക്ക് ഗൾഫിൽ തന്നെ പൊക്കൂടെ. 10-40 കൊല്ലം നിന്ന് നയിച്ചു കൊണ്ടുവന്ന ഉപ്പ വയസ്സായ ഉപ്പാനോടാണ് നീ പറയുന്നത് വീണ്ടും ഗൾഫിലേക്ക് പോകാനേ അല്ലേ? നീ ചൊവ്വുണ്ടെങ്കിൽ ഉപ്പ ഈ പണിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. നിനക്ക് നാണക്കേട് വരട്ടടാ. അങ്ങനെങ്കിലും നിന്റെ നാണക്കേട് വന്നിട്ടേ നിനക്കൊന്ന് ബുദ്ധി വരട്ടെ, ബുദ്ധി. നാളെ ഇന്ന് ഉപ്പ പോയി, ഇനിയിപ്പോ നാളെ ചിലപ്പോ ഉമ്മയും പോകും അല്ലെ വീട്ടു പണിക്ക്. എല്ലാരും നമുക്ക് ജീവിക്കണ്ടേ? നീ ചൊവ്വുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. പാവം എന്ത് മാത്രം വയ്യതറിയോ, ശ്വാസമുട്ടും അതിന് കൊളസ്ട്രോളും എല്ലാ ഇതും ഉണ്ട്. അതും വെച്ചിട്ടല്ലേ ഉപ്പ പോയിക്കണ്. നീ ചൊവ്വുണ്ടെങ്കിലോ? ആകെ കൂടി ഒരു മോനല്ലേ നീ. ഇമാതിരി കാണിച്ചതേ നീ എന്നോട് ചൂടായത്, കാലത്തടന്ന് ചൂടായതൊക്കെ ഉപ്പ ജനലിൽ കൂടെ ഒന്ന് കേട്ടിക്കണ് അറിയോ? അതിന്റെ വിഷമം ആരുള്ളത്? എങ്ങനെയൊക്കെ നിന്നെ പോയിട്ട് വളർത്തിയ നിനക്കറിയാലോ അതൊക്കെ. എന്നിട്ട് നിനക്ക് നാണക്കേട് വന്നത്ര, നാണക്കേട് കൂട്ടുകാരുടെ മുന്നിൽ. ഉമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? ഉപ്പാനെ കണ്ടപ്പോ എനിക്കും ആ വിഷമായിട്ടില്ല ഞാൻ ഈ പറഞ്ഞത്. പിന്നെ അന്ന് പറഞ്ഞൊന്നും നമ്മ കാര്യാക്കണ്ട. അത് അപ്പത്തെ ഒരു ഇതില് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ. കൂട്ടുകാരന്മാരെ ആയിട്ട് പോയപ്പോ ഇപ്പൊ അവിടെ ടേബിൾ തുടക്കണ കണ്ടപ്പോ എനിക്കും സങ്കടമായി. 10-40 കൊല്ലം നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടിട്ട് ഉപ്പ എത്രമാത്രം കഷ്ടപ്പെട്ടതാ. അതെ, ഉപ്പാടത്ത് അതിന് പോവണ്ടെന്ന് പറയും. ഉപ്പാക്ക് മാസം എന്താ ചെലവിനുള്ള വെച്ചാൽ ഞാൻ കൊടുത്തോളാം, ഞാൻ പോകുന്നുണ്ടല്ലോ സമ്പാദിക്കാണ്ട്, ഉപ്പാടത്ത് എനിക്ക് പോവണ്ടെന്ന് ഉമ്മ ദയവ് ചെയ്തിട്ട് പറയും. കാണുമ്പോ സങ്കടാവും. ശരി പോട്ടെ. അതെ, ഞാൻ ഉപ്പാനെ കാണുമ്പോ സംസാരിക്കാം. ഈ ഉപ്പാനെ കാണുമ്പോ ഒന്ന് വർത്താനം പറയും. ഉപ്പൊക്കെ ഭയങ്കര സങ്കടമായി. എന്താ പാവല്ലേ, എത്ര കാലം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന അധികം ആയിട്ടും കൂടി ഇല്ല. അതിന്റെ കയ്യിൽ നീ പറഞ്ഞില്ലേ ബാങ്ക് ബാലൻസ്, അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിന് പോയി നിൽക്കുവോ? വേദനിപ്പിക്കല്ലേ മക്കളെ. ആകെ ഉപ്പയും ഉമ്മയും തന്നെ ഉള്ളു. ഇരുന്നത്ര ഇരിക്കാനൊന്നും പോണില്ല. ഉമ്മ ഇപ്പൊ ഉള്ളവർക്ക് തന്നെ, ഇല്ലാത്തവർക്ക് ചോദിക്കണം. നിങ്ങൾക്ക് ഉണ്ടാവുമ്പോ നിങ്ങൾക്ക് വേണ്ട, ഇല്ലാത്തവരോട് ചോദിക്കണ വിഷമം. ഉപ്പാട് പറഞ്ഞു നോക്കാം. വേണം പറഞ്ഞിട്ടല്ലേ ഇപ്പൊ പോണ്. ഉപ്പാടെ ചെലവിന് പൈസ നിങ്ങളെ കയ്യിൽ മുന്നിൽ കൈ നീട്ടണ്ട, ഞാൻ എന്തിനെങ്കിലും പൊക്കോട്ട് പറഞ്ഞിട്ട് ഉപ്പ എനിക്കറിയില്ല. ഇപ്പൊ നീ വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കറിയുന്നു. ഞാനിപ്പോ വരട്ടെ പറയാ, പോകണ്ടെന്ന് പറയാ. നീ ചൊവ്വുണ്ടെങ്കിൽ ഇപ്പൊ പോകില്ല. ഇതേപോലെ നല്ല വക ഇപ്പൊ എന്നോട് പറഞ്ഞില്ല. അതുപോലെ നീ ഉപ്പാനോട് സംസാരിക്കും. ഇപ്പൊ പോകണ്ട, ഉപ്പാക്ക് മരുന്നല്ലേ, ഞാൻ വാങ്ങിത്തരാ. ഞാൻ സംസാരിക്കാം ഉപ്പാൻ്റെ അടുത്ത് കേട്ടാ. കാലത്ത് പറഞ്ഞില്ലേ പൊറോട്ട വേണമെന്നില്ല, കൊണ്ടുവന്നുണ്ട്. ഉപ്പ എന്തിനാ ചായക്കടക്കൊക്കെ ഇങ്ങനെ പണിക്ക് പോണത്? ഇപ്പൊ അത് മിണ്ടാണ്ട് വീട്ടിൽ തന്നെ ഇരുന്നൂടെ? ഫസ്റ്റൊക്കെ നല്ല കാലത്ത് ഇരിക്കുമ്പോ എല്ലാരും വേണമായിരുന്നു ഉപ്പാനെ. ഇപ്പൊ ആർക്കും വേണ്ട. ഗൾഫ് ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോ മരുന്ന് മേടിക്കാൻ പോലും കാശില്ല. അതാണ് ഞാനും പണിക്ക് പോകണം. അവൾക്ക് വരെ ചെലവിനുള്ള കൊടുക്കുകയും ചെയ്യാം, എനിക്കും പണിക്ക് പോവാം, കുടുംബത്തിന് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യാം, എനിക്ക് മരുന്ന് മേടിക്കാം. അങ്ങനെയുള്ള കേസിന് വേണ്ടി ഞാൻ പോണതാണ്. അല്ലാണ്ട് നമ്മളെ വെറുതെ വീട്ടിലിരുന്നിട്ട് വലിയ കാര്യം ഉണ്ടാകും. ഞാൻ ഉമ്മാന്റെ അടുത്ത് പറഞ്ഞോളൂ ഉപ്പ. ഞാൻ ഇന്നങ്ങോട്ട് ചായ കുടിക്കാൻ വന്നപ്പോ ഉപ്പ ആ ടേബിളും ആ ചായ ഗ്ലാസ്സൊക്കെ കൊണ്ടു പോണപ്പോ എനിക്കാകെ എന്തോ ഞാനിനി ഇവിടുത്തെ വീട്ടിലത്തെ കാര്യങ്ങളും മരുന്നിനുള്ള എത്ര മാസം പോയാലും എത്ര ഞാൻ ചെയ്തോളൂ. എനിക്കിപ്പോ നല്ലൊരു ജോലിയും നല്ല സാലറി ഉണ്ടല്ലോ. ഞാനത് ഉമ്മാന്റെ അടുത്ത് സംസാരിച്ചോളൂ. ഇനി ഉപ്പ ആ പണിക്കൊന്നും പോകണ്ട. എനിക്കും പണിക്ക് പോകണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല പോണത്. വയ്യ. എന്നാലും എന്റെ മരുന്ന് ചെലവിന് ഉള്ള കാര്യങ്ങൾ നോക്കാൻ പോവാൻ നീ ഇന്നലെ വാക്ക് പറഞ്ഞില്ലേ. ആ മരുന്ന് ഇന്നലെ കഴിഞ്ഞ കല്യാണെങ്കിൽ ഞാൻ പോയിട്ടില്ല. നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞതാണ്, വെറുതെ ആയിട്ടുണ്ട് അവര് അവിടെ നീ പണിയെടുക്കാം, നിനക്ക് വൈറ്റും ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടമാണെന്ന് സഹായിക്കാൻ വേണ്ടി പോയതാണ്. അല്ലാണ്ട് എനിക്ക് വഹിച്ചിട്ടല്ല. പക്ഷെ മോളിങ്ങനെ പറഞ്ഞ കാരണം ഇനിയിപ്പോ നാളെ തൊട്ട് ഞാൻ ഇപ്പൊ പോകണില്ല. ഞാൻ ഇരുന്നോളാം. ഇനിയിപ്പോ അത് കുറെ ഉണ്ടാകുമ്പോ മോനക്കൊരു ഭാരമായിട്ട് തോന്നരുത്. അപ്പൊ ഇപ്പൊ തന്നെ അത് പോയി ഒരു പരീക്ഷ കഴിഞ്ഞാൽ എനിക്കത് പരിചയമായി. ഇനിയിപ്പോ ഒറ്റ അടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ആ ജോലിയും പോകും, മരുന്ന് മേടിക്കാൻ പറ്റണ്ട. ഒരു മാസം ഇപ്പൊ മോൻ പറയും തരുന്നത്. പിന്നെ സ്ഥിരമായിട്ട് തരികയാണെങ്കിൽ പിന്നെ ഞാൻ പോണില്ല. ഞാൻ അവിടെ നിന്ന് ഇരിക്കുക. മരുന്നും ചിലവ് പോകാൻ എപ്പോഴും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ ആലോചിച്ചാണ് പോണത്. അല്ലാണ്ട് വഹിച്ചിട്ടൊന്നും വഹിച്ചിട്ടല്ല പോണത്. അവിടെ പോയിട്ട് ഇങ്ങനെ തലകറങ്ങി വീഴാൻ പോലെ അവർക്ക് വരുന്നുണ്ട്. എന്നാലും പോകല്ലേ. നാളത്തോട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പോകണില്ല. അപ്പൊ പറഞ്ഞ എനിക്ക് ഞാൻ വീട്ടിലിരിക്കാൻ എന്തായാലും. എന്നാ പിന്നെ അങ്ങനെ തന്നെ മതിപ്പ. ഇനിയിപ്പൊ അങ്ങോട്ടൊന്നും പോവാൻ നിൽക്കണ്ട. ഇനിയിപ്പൊ ഈ പ്രായം ഉപ്പ എത്ര വെച്ചിട്ടാ കഷ്ടപ്പെട്ടില്ലേ നമ്മുടെ 2 താത്തമാരെ കല്യാണവും കാര്യങ്ങളൊക്കെ നല്ല പോലെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്. അതിനൊന്നും ഞാൻ ഒന്നിനും
കൈ കടത്താനോ അല്ലെങ്കിൽ എന്റെ കുറച്ച് പൈസയോ എനിക്ക് ഒന്നിന്റെ ആവശ്യമൊന്നുമില്ല. ഒക്കെ ഉപ്പത്തിനല്ലേ കല്യാണം കഴിച്ചു കൊടുത്തത്. ഇനി ഉപ്പൊക്കെ റെസ്റ്റ് എടുക്കുക. ഇനിയുള്ള കാലമൊക്കെ ഞാൻ നോക്കിക്കോളാം. കുടുംബവും ഉമ്മാക്കും ഉപ്പാക്കും വയ്യാത്തതും മരുന്നിനും എല്ലാത്തിനും. ഇനിയിപ്പൊ അതിന് പോവാൻ നിക്കണ്ട ട്ടാ.